എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കുകളിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ബാങ്ക് ഓഫ് ബറോഡയുടെ കേരളത്തിലെ ബ്രാഞ്ചുകളിൽ ജോലി നേടാൻ അവസരം. ബാങ്ക് ഓഫ് ബറോഡയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ബാങ്ക് ഓഫ് ബറോഡയിൽ ഇപ്പോൾ 2700ഓളം ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്രന്റീസ് തസ്തികയിലെ 2700ഓളം ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലായാണ് ഒഴിവുകളുള്ളത്. അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തിക കൂടിയാണിത്. നമുക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, സെലക്ഷൻ പ്രോസസ്സ്, ശമ്പളം, അപേക്ഷിക്കാനുള്ള പ്രായപരിധി തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നോക്കാം. ബാങ്ക് ഓഫ് ബറോഡയിൽ അപ്രന്റീസ് തസ്തികയിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2025 ഡിസംബർ 1 നാറ്റ്സിന്റെ ഒഫീഷ്യൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലായി 2700 വേക്കൻസികളാണുള്ളത്. കേരളത്തിൽ 52 വേക്കൻസികൾ, കർണാടകയിൽ 440, തമിഴ്നാട്ടിൽ 159 എന്നിങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലെ വേക്കൻസികളുടെ എണ്ണം വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കാറ്റഗറിക്കും റിസർവ് ചെയ്തിട്ടുള്ള വേക്കൻസികളുടെ എണ്ണവും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ഉദ്യോഗാർത്ഥി നാറ്റ്സ് അല്ലെങ്കിൽ നാപ്സിന്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ്. കൂടാതെ വിവിധ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ്. SC/ST വിഭാഗത്തിന് 5 വർഷം, മറ്റു പിന്നോക്ക വിഭാഗത്തിന് 3 വർഷം, PWBD വിഭാഗത്തിൽപ്പെട്ടവർക്ക് 10 മുതൽ 15 വർഷം എന്നിങ്ങനെ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച തത്തുല്യമായ യോഗ്യതയുണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2025 നവംബർ 1 മുമ്പായുള്ള 4 വർഷങ്ങൾക്കുള്ളിൽ ഗ്രാജുവേഷൻ പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനാവുക. ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവരുടെ ട്രെയിനിങ് പീരീഡ് 1 വർഷമായിരിക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ സ്റ്റൈപ്പൻഡ് 15,000 രൂപയാണ്. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. ഈ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് എന്നിവയിലൂടെയാണ്. ഓൺലൈൻ എക്സാമിനേഷന് 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 1 മണിക്കൂറായിരിക്കും എക്സാം ടൈം. അതുപോലെ തന്നെ റോങ് ആൻസേഴ്സിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. ഓൺലൈൻ എക്സാമിന്റെ സിലബസിലുള്ള വിഷയങ്ങൾ ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ ഇംഗ്ലീഷ് എന്നിവയാണ്. ഓരോ സബ്ജക്റ്റിനും 25 മാർക്ക് വീതം, അങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആണ്. ഓൺലൈൻ എക്സാമിന് കട്ട് ഓഫ് മാർക്കിന് മുകളിലുള്ള മാർക്ക് സ്കോർ ചെയ്തവർക്കായിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റും നടത്തുന്നത്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് 10 അല്ലെങ്കിൽ 12ാം ക്ലാസ്സിൽ ഒരു വിഷയമായി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കുകയില്ല. ഇനി അപേക്ഷാ ഫീസ് നോക്കാം. SC/ST വിഭാഗത്തിന് അപേക്ഷാ ഫീസ് ആവശ്യമില്ല. PWBD വിഭാഗത്തിന് അപേക്ഷാ ഫീസ് 400 + GST ആണ്. ജനറൽ, EWS ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസ് കാൻഡിഡേറ്റ്സിന് 800 + GST ആണ് അപേക്ഷാ ഫീസായി പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ഡിസംബർ 1 ഇന്ത്യ ഗവൺമെന്റിന്റെ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായ നാറ്റ്സ് അല്ലെങ്കിൽ നാപ്സിന്റെ ഒഫീഷ്യൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എല്ലാം ഡീറ്റെയിൽ ആയി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ബാങ്ക് ഓഫ് ബറോഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് നേടാനുള്ള ഒരു അവസരം കൂടിയാണിത്. നോട്ടിഫിക്കേഷനും മറ്റു വിശദമായി വായിച്ചറിഞ്ഞ ശേഷം 2025 ഡിസംബർ 1 മുമ്പായി തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.